ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചേട്ടനും ഭൂമിയും കൂടെ ഡോക്ടറെ കാണാൻ വന്നതാണ്. അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് അച്ചേട്ടൻ ഭൂമിയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, എന്തിനാ മോളെ ഇവിടേക്ക് വന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്കൊരു അസുഖവും ഇല്ലായിരുന്നു, ഈ മോളുടെ ഒരു പേടി എന്നൊക്കെ പറയും. അന്നേരം ഭൂമി പറയും, അത് എൻ്റെ ഒരു സമാധാനത്തിന് വെച്ചാ, മോളുടെ അല്ല ഹോസ്പിറ്റലിൻ്റെ സമാധാനത്തിന്. അതെ, നമ്മുടെ കാശ് ഹോസ്പിറ്റലിലെത്തിയാൽ അവർക്കൊരു സമാധാനമാവും, അതാ എന്നും പറയും. അങ്ങനെ അവർ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിസ്റ്റർ വന്നിട്ട് പറയും, ഭൂമി ഡോക്ടർ വിളിക്കുന്നുണ്ടേ, ഞാൻ വരാമെന്ന് പറയുമ്പം അച്ചേട്ടൻ ചോദിക്കും, അല്ല ഞാൻ വരണ്ടേ? വേണ്ട, ബൈസ്റ്റാൻഡർ വന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ ശരിയെന്നും പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഡോക്ടർ ഭൂമിയുടെ അടുത്ത് പറയും, ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര ശുഭകരമായിരിക്കില്ല. മനസ്സിൻ്റെ ധൈര്യം ഒന്നും കൂടെ കൂട്ടിപ്പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കാര്യങ്ങൾ പറയാണ്. റിസൾട്ടിൽ കാണുന്നത് അച്ഛന് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ്. ആ ന്യൂസ് കേൾക്കുമ്പം ഭൂമി ആകെ ഷോക്കായി നിൽക്കും. ആ സമയത്ത് ഡോക്ടർ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് അവൾ എണീറ്റ് നന്നായിട്ടൊന്ന് കരഞ്ഞതിന് ശേഷം വീണ്ടും ഇരുന്നിട്ടാണ് പിന്നെ ഡോക്ടറോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. ആ സമയത്ത് അച്ചേട്ടൻ ഇങ്ങനെ ഭൂമി വരുന്നതും ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭൂമി ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, പറയൂ ഡോക്ടർ, എവിടെയാണ് അച്ഛന് ട്യൂമർ ഉള്ളത്? അത് ബ്രെയിനിലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലത്താണ്, ബ്രെയിനിലാണ് അച്ഛന് ക്യാൻസർ ഉള്ളത് എന്ന് പറയാണ്. ഇതിന് സർജറിക്ക് നല്ല ചിലവ് വരും. സാധാരണ സർജറിയേക്കാൾ 3 ഇരട്ടി ചിലവാണ് ഇതിന് വരിക എന്ന് ഡോക്ടർ പറയുമ്പോൾ ഭൂമി ചോദിക്കും, എത്ര വേണ്ടി വരും ഡോക്ടർ? 12 ലക്ഷം മുതൽ 14 ലക്ഷം വരെയൊക്കെ വേണ്ടി വരും. അത് കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും, എത്രയും പെട്ടെന്ന് വേണം, ക്രിട്ടിക്കലാണ്. എന്നിട്ട് ഭൂമി പറയും, എനിക്കൊരു 5 മിനിറ്റ് സമയം തരുമോ, ഞാൻ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഭൂമി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഭൂമി പുറത്തേക്ക് വരുമ്പോൾ അച്ചേട്ടൻ ചോദിക്കും, എന്തായി? എടി, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിയായില്ലേ? ഞാൻ ചുമച്ചപ്പോൾ ഒന്ന് തൊണ്ട പൊട്ടി, അത് ഉണങ്ങാൻ മരുന്ന് തന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് ഭൂമി പുറത്തേക്ക് വന്നിട്ട് ഉറക്കെ കരയുകയാണ്. അച്ഛൻ്റെ മുന്നിൽ നിന്ന് കരയാനൊന്നും വയ്യല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ സങ്കടം അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നിട്ട് ഉറക്കെ കരഞ്ഞ് പിന്നെ അവൾ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് ഈ ക്യാൻസർ മാറാൻ എന്താ ചെയ്യാന്നുള്ളത്. അങ്ങനെ പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വിവരം പറയാമെന്ന് പറഞ്ഞതല്ലേ, അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയും, സാറ് പറഞ്ഞ അത്ര തുകയൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും ഇതിൻ്റെ പകുതിയൊക്കെ ചിലവ് വരും. അവിടെ ആവുമ്പം കുറച്ചും കൂടി സമയമെടുത്തിട്ട് ചെയ്യുള്ളൂ. എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളതാണ് എന്ന് ഡോക്ടർ പറയും. എൻ്റെ പ്രശ്നം അതല്ല, പെട്ടെന്ന് ക്യാഷ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ രോഗിയുടെ മനോബലം വർദ്ധിപ്പിച്ചാൽ രോഗി കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ മനോബലം എനിക്ക് വർദ്ധിപ്പിച്ചെടുക്കണം, ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നത് വരെ. മനോബലം കൊണ്ട് ക്യാൻസറിനെ അതിജീവിച്ച ഒരുപാട് പേരുണ്ടല്ലോ ഡോക്ടർ. എൻ്റെ അച്ഛനെ എനിക്കതുപോലെ കൊണ്ടുവരണം. അതുകൊണ്ട് ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ ഒന്ന് കള്ളം പറയണം. അത് കുഴപ്പമില്ല ഡോക്ടർ, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതുകൊണ്ട് ഡോക്ടർ ഒരു നുണ പറയണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അച്ചേട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ചേട്ടൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരസുഖവും ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ അച്ചേട്ടൻ പുറത്തേക്ക് വന്നിട്ട് ഭൂമിയോട് പറയും, ഡോക്ടർ ഇതാ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കഴിക്കാൻ ഇതാ മരുന്നും കുറിച്ചു. സത്യം പറ, മോള് ഭയന്നില്ലേ? ഇല്ല, എനിക്കൊരു ഭയമില്ല, എനിക്കറിയായിരുന്നു അച്ഛനൊരു കുഴപ്പമില്ല എന്ന്. അപ്പോൾ അച്ചേട്ടൻ പറയും, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് അത്ര പെട്ടെന്ന് മടങ്ങാൻ പറ്റുമോ? എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചയക്കണം, എൻ്റെ പേരക്കുട്ടികളെ കാണണം, പിന്നെ അവരുടെ വിവാഹം കഴിപ്പിച്ചയക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭൂമിക്ക് സങ്കടം കൊണ്ട് സന്തോഷം മുഖത്ത് അഭിനയിച്ചിട്ട് അവൾ പറയും, ശരി ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഓടി കരയാണ്, നല്ല കരച്ചിൽ കരയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി സമയത്ത് ഭൂമി ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവളുടെ മനസ്സിൽ പലതും മിന്നിമറിയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒരു സ്നേഹം, അവർ കൊടുക്കുന്ന ഒരു വാത്സല്യം, അതൊക്കെ അവളിങ്ങനെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് എല്ലാം നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് അവൾ നല്ല പോലെ കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഭൂമി സാധാരണ പോലെ നടക്കാൻ ഇറങ്ങിയതാണ്.
അവളിങ്ങനെ ഓടുന്ന സമയത്തും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് നനയുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പം അച്ഛനിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ കണ്ണട ഉപയോഗിക്കണമെന്ന്, അതുകൊണ്ടല്ലേ കണ്ണിൽ കരട് വീണ് ഇപ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് എന്നൊക്കെ അച്ചേട്ടൻ ഇങ്ങനെ പറയും. അങ്ങനെ അച്ഛൻ്റെ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ അച്ചേട്ടൻ ചോദിക്കുക, എന്താ മോളെ ഇന്നലെ മുതൽ അച്ഛനോടൊരു പ്രത്യേക സ്നേഹം, പഴയ കോമഡിയും ഡയലോഗും ഒന്നുമില്ല. എനിക്കെന്തിനാ പ്രത്യേക സ്നേഹം, എൻ്റെ പിന്നാലെ ഇങ്ങനെ വാല് പോലെ നടക്കുന്നതല്ലേ, ലേശം സഹതാപം തോന്നി, അത്ര തന്നെ, ഞാനെന്തിനാ പ്രത്യേക സ്നേഹം കാണിക്കുന്നേ. അങ്ങനെ അവൾ അവിടെ നിന്ന് ഒരു പഴം എടുത്ത് കഴിക്കും. അപ്പോൾ അച്ചേട്ടൻ പറയും, വേഗം ആവട്ടെ മോളെ, ഡാൻസ് ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. അപ്പോൾ ഭൂമി പറയാണ്, ഞാൻ ഡാൻസ് ക്ലാസ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അത് പറ്റില്ല, അരങ്ങേറ്റം വരെയെങ്കിലും പോകണം. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ട് മോളുടെ അരങ്ങേറ്റം കാണണം എന്നുള്ളത്. അയ്യോ, എന്നിട്ട് വേണം അവിടുത്തെ ദേവി ഇറങ്ങി ഓടാൻ. അവിടുത്തെ ദേവി പാർവതി ദേവിയല്ലേ, എനിക്ക് പാർവതി എന്ന് പേരിട്ടാൽ മതിയായിരുന്നു. ഭൂമിജ എന്ന് എന്തിനാ അച്ഛൻ പേരിട്ടത്? അത് ഭൂമിജ എന്നാൽ സീതയല്ലേ? അതെ, ജനകരാജാവിന് സീതയെ കളഞ്ഞു കിട്ടിയതല്ലേ, അതുപോലെ അച്ഛനും എന്നെ കളഞ്ഞു കിട്ടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കാവുകയാണ്. എന്നിട്ട് അവളെ കളഞ്ഞു കിട്ടിയ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുകയാണ്. ആ സമയത്ത് ഭൂമി ചോദിക്കും, അച്ഛന് വിഷമായോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അച്ഛനെ ഇക്കിളിയാക്കുകയാണ്. അപ്പോൾ വീണ്ടും അച്ചേട്ടൻ പഴയ മൂഡ് തന്നെ ആവും. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അവർ കാറ് എടുത്തിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അജയുടെ വീടാണ്. അവിടെ അജയ് ഇങ്ങനെ ഫോണിൽ SI ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അജയുടെ അമ്മാവൻ അവിടേക്ക് കടന്നു വരുന്നത്. അന്നേരം സത്യദാസ് ചോദിക്കും, ആരാണ് മോനെ ഫോണിൽ? അത് SI ആണെന്ന് പറയും. അതെ, ഞാനിപ്പോൾ വന്നത് നിൻ്റെയും അഞ്ജനയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അജയ് അമ്മാവിൻ്റെ അടുത്ത് പറയാണ്, അമ്മാവിന് അറിയാമല്ലോ എൻ്റെ പ്രണയം നഷ്ടപ്പെട്ട പ്രണയം എന്ന് പറഞ്ഞ് ആ ഫയൽ ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സത്യദാസ് പറയും, കുടുംബത്തിന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്തേ പറ്റൂ. എനിക്കറിയാം നയന, പക്ഷെ അവൾ എവിടെ? കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. എന്തായാലും നീ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ അവിടെ നിന്ന് പോവുകയാണ്. അമ്മാവൻ പോയതിന് ശേഷം പിന്നെ അജയ് അവൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. നയനയുമായിട്ട് സംസാരിച്ചതും അതുപോലെ ആദ്യ പ്രണയം തുറന്നു പറഞ്ഞതും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവനിങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് പ്രണയം നയനയുടെ അടുത്ത് പറയുന്നത് അവനൊരു റോസാപ്പൂ കാണിച്ചുകൊണ്ട് വിൽ യു മാരി മീ എന്ന് പറയുമ്പോൾ നയന ഇങ്ങനെ വലിയ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു മുഖത്തോടു കൂടി നിൽക്കുമ്പോൾ അജയ്ക്ക് കാണുമ്പോൾ നല്ല സങ്കടം വരികയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ